അല്പസമയം മുമ്പ് നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വിവരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായിട്ട് സിദ്ദിഖിനെ ഹാജരാക്കിയിരിക്കുകയാണ്. AK സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. സ്റ്റെഫിൻ, വൈദ്യപരിശോധനയ്ക്കായി നേരത്തെ അങ്ങോട്ട് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. പരിശോധന അവിടെ തുടങ്ങിയോ? പറയൂ. അക്ഷയ, സിദ്ദിഖിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നേരത്തെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ആ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കി സിദ്ദിഖിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകും. പക്ഷേ ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ഈ നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗമായി ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടിയെ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു സിദ്ദിഖിനെതിരെ ഉയർന്നിരുന്ന പരാതി. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ജാമ്യം അനുവദിച്ചിരുന്നു. അതിനെ തുടർന്ന് അന്വേഷണ സംഘം വിളിക്കുമ്പോൾ ഹാജരാകണമെന്നൊരു നിർദ്ദേശം സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് സാങ്കേതികമായ ഒരു അറസ്റ്റ് മാത്രമാണ് ഇന്ന് രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. അവിടെയും ഉപാധികളോടുകൂടിയുള്ള ജാമ്യം അനുവദിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഉപാധികൾ കൂടുതൽ കടുപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് പോലീസ് കോടതിയോട് ആവശ്യപ്പെടാനുള്ള സാധ്യത. അപ്പോൾ ഏത് രീതിയിലാണ്, എന്തൊക്കെ ഉപാധികളാണ് കോടതി സിദ്ദിഖിന് മുന്നിൽ ജാമ്യ വ്യവസ്ഥയായി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ സിദ്ദിഖിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ തന്നെ പുറത്ത് ഇറക്കും, കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി സിദ്ദിഖിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധന പൂർണ്ണമാകും. അതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുക എന്നുള്ള വിവരമാണ് സ്റ്റെഫിൻ നൽകുന്നത്. അപ്പോഴും ഉപാധികളോടുകൂടി തന്നെ ജാമ്യം അനുവദിക്കും എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കുന്നത്. സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥകൾ, ആ നടപടികൾ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു നീക്കമാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? അതോ ഈ സിദ്ദിഖിനടുത്ത് മറ്റ് ചോദ്യങ്ങൾ ചോദിക്കുക, കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു തലങ്ങളിലേക്ക് അന്വേഷണ സംഘം ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നോ? ഈ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിഖിന് എപ്പോൾ നേരത്തെ ഈ സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു സഹകരണം പോലീസിനോട് തന്നെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം പ്രത്യേകിച്ച് സിദ്ദിഖിനെ ഇന്നും വിളിച്ച് വരുത്തിയത്. അങ്ങനെ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് ഹാജരായിരുന്നു. നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് ഇന്ന് സിദ്ദിഖ് ഹാജരായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന അത്തരത്തിലുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇന്നുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുപ്രീം കോടതിയുടെ ജാമ്യവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സിദ്ദിഖ് കോടതിയിൽ നിന്ന് ഹാജരാകുന്നത്. സുപ്രീം കോടതി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നൽകിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്. ആ പോലീസ് ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് നടത്തുന്ന ഒരു വൈദ്യപരിശോധന മാത്രമേ ആയിട്ടേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. തികച്ചും സാങ്കേതികമായൊരു നടപടിക്രമം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല. നമുക്കറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും ഈ നടി ഈ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നടക്കമുള്ള പരാതികൾ സിദ്ദിഖിനെതിരെ ഉയർത്തിയ വലിയ വിവാദങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് സിദ്ദിഖിനെ ഏറെ നാൾ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുകയും പിന്നീട് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഹാജരാക്കി ജാമ്യം നേടുകയും ചെയ്യുകയായിരുന്നു. അതിനെ തുടർന്ന് വിവിധ ജാമ്യ വ്യവസ്ഥകളോടുകൂടിയാണ് സിദ്ദിഖിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. അതിൽ ഏറ്റവും സുപ്രധാനമായി പറയുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു സഹകരണം സിദ്ദിഖിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് പോലീസ് സിദ്ദിഖിനെ വിശദമായി ഈ കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒക്കെ തന്നെ വിളിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്ന് സിദ്ദിഖ് രാവിലെ മകനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കൾക്കും ഒപ്പം കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരായത്. അതിനെ തുടർന്ന് ഏതാണ്ട് 2-3 മണിക്കൂറോളം സിദ്ദിഖ് അവിടെ തന്നെ തുടർന്നു. വിശദമായ ചോദ്യം ചെയ്യലൊക്കെ അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ സിദ്ദിഖിനെ ജനറൽ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാണ്ട് 10-15 മിനിറ്റോളമായി വൈദ്യപരിശോധന ഇപ്പോൾ നടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ സിദ്ദിഖിനെ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കും, കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ ജാമ്യ വ്യവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ഇപ്പോൾ എന്തായാലും നടക്കുന്ന കാര്യങ്ങളൊക്കെ സാങ്കേതികമാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാഹനമിറങ്ങി പുറത്തേക്ക് വരുമ്പോഴും സിദ്ദിഖ് വലിയ ആത്മവിശ്വാസത്തിലും അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാത്ത കുസാത്ത മുഖഭാവവും സന്തോഷവും ചിരിയും ഒക്കെയാണ് മുഖത്ത്. ലൈംഗിക അതിക്രമ കേസിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വരുന്നത്. ബലാത്സംഗ കേസിലാണ്
അറസ്റ്റിലായിരിക്കുന്നത് എന്ന തരത്തിലൊന്നും കാണുന്നവരെ തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള ബോഡി ലാംഗ്വേജ് സിദ്ദിഖിന്റെ. തീർച്ചയായും കാര്യങ്ങളെല്ലാം തനിക്ക് അനുകൂലമാണ് എന്നുള്ള ആത്മവിശ്വാസം തീർച്ചയായിട്ടും സിദ്ദിഖിന്റെ മുഖത്തും ഉണ്ടായിരുന്നു. ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിചാരണ കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്നും ജാമ്യം നൽകണം. ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാം എന്നായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്. ആ നടപടികളിലേക്കാണ് തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യേക വ്യവസ്ഥകൾ ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ് ഇതിൽ അറിയേണ്ടത്. നിലവിൽ നടക്കുന്നതൊക്കെ സാങ്കേതികപരമായിട്ടുള്ള നീക്കുപോക്കുകൾ മാത്രമാണ്.